ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നേക്കണ വെക്കട സൂലാട്ടോ. ഇന്ന് ഞങ്ങളെ കൂടെ എന്താ ഇശലും ഉണ്ട്, ഇശലിന്റെ ഉമ്മച്ചും പിന്നെ ഇശലിന്റെ ഉണ്ണിയും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഖത്തറത്തെ സൂ ഒക്കെ കാണാൻ വന്നത്. ഇത് ഫ്രീ എൻട്രി കേട്ടോ ഗായ്സ്, കാശൊന്നും നോക്കണ്ട. ഞങ്ങൾ അങ്ങോട്ട് എന്താ കാട് പറിക്കാൻ പോയപ്പോ അപ്പൊ തന്നെ എന്താ ഒരു ബ്ലാക്ക് ആടുംകുട്ടി അവിടെ നടന്നു പോണ്ടാന്ന്. എന്നിട്ട് ഞങ്ങൾ എന്താ ആടുംകുട്ടീന്റെ പിന്നാലെ നടന്നു പോയി. അവിടെ ഫസ്റ്റ് ഞങ്ങൾ നോക്കിയപ്പോ ആടാണ് കണ്ടത്. അവിടെ കുറെ ആടുണ്ടായിരുന്നു. ആടിനൊക്കെ ഞങ്ങള് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് ഫുഡൊന്നും കൊണ്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോണ സമയത്താണ് അറബി പെണ്ണുങ്ങള് ലീഫ് അവിടെ നിന്ന് പറിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങള് പപ്പ എന്താ വെച്ചത്, ഞങ്ങൾക്ക് ലീഫൊക്കെ പറിച്ചു തന്നിട്ട് എന്താ ഞങ്ങള് അവർക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യം കണ്ടപ്പോ അവരെനിക്ക് നല്ല പേടിണ്ടാന്ന്. എന്താ അവരെ ഞങ്ങളെ പിന്നാലെ തന്നെ ചോദിച്ചിട്ടാണെങ്കിൽ നല്ല പേടി. അമാർക്ക് ചൂച്ചക്ക് നല്ല പേടിയുണ്ട്. ഈ സൂയിലൊക്കെ ആടുംകുട്ടികളൊക്കെ അയച്ചിട്ടൊക്കെയാണ്. നമ്മളെ നാട്ടിലൊന്നും ആടുംകുട്ടികളെ അയച്ചിട്ടില്ലല്ലോ. നീ തൊട്ടോ ചെവി പൊട്ടിക്കണം. എനിക്ക് ശരിക്കും നല്ല പേടിണ്ടാന്ന്. അത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ നടന്നു വരണ്ടാന്ന്. അപ്പൊ ഞാനും ചെന്തന്നല്ല ഓട്ടം. അവിടുന്ന് തന്നെ ഓടി. ഞങ്ങളെ പിടിച്ചിട്ടൊന്നും കിട്ടണിണ്ടാന്നില്ല. അവിടെ എലിഫന്റും ടൈഗറൊന്നും ഇല്ല കേട്ടോ. അതിന്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ശലും പേര് വായിച്ചിട്ട് പറയണേ. ഈ കാണുന്നതാണ് എന്താ ഖത്തറത്തെ നാഷണൽ അനിമൽ. ഞാൻ ശരിയാണെങ്കിൽ അവര് തൊടാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും എനിക്ക് നല്ല പേടിയാണ്. ഞാനൊന്നും തൊടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, അവർ ചെവിയില് എന്തിട്ടൊക്കെ കുത്തിയിട്ടൊക്കെ ഉണ്ട്. ഒരു ചെവി മാത്രമുള്ളൂ. പിന്നെ ഞങ്ങൾ കവ്വ എന്തിട്ടൊക്കെ കണ്ട്. അവിടെ ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡിൽ നമുക്ക് വായിച്ചാൽ അതിന്റെ പേരൊക്കെ കിട്ടും. ഞങ്ങൾ ഇങ്ങനെ നടന്ന് കുറെ എന്താ എലിമെന്റ്സിനൊക്കെ കാണാൻ നടക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ ഷീപ്പാണ്. ഞങ്ങള് ആദ്യം മേലെ കയറിയില്ല, ഞങ്ങൾക്ക് പേടിണ്ടാന്ന്. പിന്നെ എനിക്ക് ശല്യം നല്ല പേടി ഇങ്ങനെ കൂടി കൂടി വരണ്ടാന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്താ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിണ്ടായത് എന്തിനാന്ന് വെച്ചാല് ഖത്തറത്തെ നാഷണൽ എലിമിനാണ്. എന്താ വെച്ചാല് അതിന് നല്ല കുമ്പിട്, അതുകൊണ്ട് നമ്മൾ കുത്തും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടി. ഞാൻ ശരിയാണെങ്കിൽ എന്താ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്താ പേരുകളൊക്കെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. സെയിം പേരാണെങ്കിൽ ഞങ്ങൾ വായിക്കൂല. പിന്നെ അതിന് ചില ബോഡിയൊന്നും പേര് ഇന്ന സാധനങ്ങളൊന്നും കാണുന്നുണ്ടാവൂല. ചിലതിൽ മാത്രമേ കാണുള്ളൂ. ഞങ്ങള് എന്താ നടന്ന് പോവാണ്. അങ്ങനെ ഞാൻ ശരിക്കും നടന്ന് പോണ സമയത്ത് വീണ്ടും ഗോട്ടിനെ കണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് നല്ല പൊക്കുണ്ടെന്ന തലകളൊക്കെ പുറത്തിടണ്ടേ. നമുക്ക് അവര് വിചാരം നമ്മളത് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാ. അപ്പൊ പപ്പ എന്താ ചെയ്ത് എനിക്കും ഇശലിന്റെ ഉണ്ണിക്കും ചൂച്ചിക്കുന്ന ലീഫ് തന്നിട്ടുണ്ടാന്ന്. അപ്പൊ ഞങ്ങള് ലീഫൊക്കെ കൊടുക്കണ്ടാന്ന്. എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടാന്ന്. പിന്നെ എനിക്ക് പേടികളൊക്കെ ഇങ്ങനെ പോവുണ്ടാന്ന്. ചൂച്ചുക്ക് ലീഫ് കൊടുക്കാൻ മാത്രം പേടിയില്ല, തൊടാനൊക്കെ ഉള്ള പേടി. എന്താണ് ഇശലിന്റെ ഉണ്ണിക്കത് നല്ല ഇഷ്ടമാണ് ഷീപ്പിനൊക്കെ ഫുഡ് കൊടുക്കാന്. അതുകൊണ്ട് ഇശലിന്റെ ഉണ്ണി ലീഫും കൊടുക്കണ്ടാന്ന്. ലീഫ് ആ സമയത്തൊന്ന് എന്നെ ഇശലും ചൂച്ചു നമ്മളൊന്നും പിടിച്ചിട്ട് കിട്ടൊന്നും ഉണ്ടാകുന്നില്ല. എനിക്ക് ഇശൽക്ക് എടുക്കാൻ പറ്റാന രീതിക്കുള്ള ലീഫൊക്കെ ഞാൻ ആടിനെ കൊടുക്കും. പിന്നെ അത് മാത്രമല്ല ചൂച്ചുവിന് അവൻ ഷെയർ ചെയ്ത് കൊടുക്കും. ലീഫ് ഈശൽക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാൻ ഈശല അവിടെ നിന്ന് ഫുഡ് കൊടുക്കണ സമയത്ത് പപ്പ എനിക്ക് വേറെ സ്ഥലത്ത് വന്നിട്ട് ഹന്നിനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ഈശലും നോക്കി ഇവരെങ്ങോട്ടാ പോണത്. അപ്പൊ ഞങ്ങള് കൂടെ വന്ന് നോക്കുമ്പോ ഹന്നിനാണ് കണ്ടത്.
പിന്നെ ആദ്യം ഞങ്ങൾക്കൊന്ന് അറിഞ്ഞുണ്ടാകുന്നില്ല ഹെന്നിന്റെ അടുത്താ പോണേന്ന്. അങ്ങനെ ഞാനും ഈശ്വരാണെങ്കിൽ ഹെന്നീനെ ഇങ്ങനെ നോക്കി നോക്കി. പിന്നെ ഇവിടെ വെറൈറ്റി ഹെന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറെ ഹെന്നിനൊക്കെ ഞാനും ഈശ്വലും കണ്ട്. അതിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അവിടെ ബോർഡിലൊന്നും എഴുതി കാണിച്ചിട്ടൊന്നുമില്ല. ചോദിച്ചാണെങ്കിൽ എന്താ ഹെന്നിനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് എന്താ ഞാനും ഈശ്വലും വേറെ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഖത്തറിലെ ആൾക്കാരൊക്കെ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഫ്രീ എന്താണ്, ആരും പറക്കണ്ടായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. അങ്ങനെ ഞാനും പപ്പ എന്താ അവിടെ ഷീപ്പുകളൊക്കെ കണ്ടിട്ടോ. ഇതുകൊണ്ടാണ് നമുക്ക് എന്താ ഡ്രസ്സും പിന്നെ അത് മാത്രല്ലാണ്ട് ഡ്രസ്സ് നല്ല സോഫ്റ്റ് ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. ഈ ആടിനാണ് ഇവിടെ അറുത്തിട്ട് കഴിക്കുക ഞങ്ങള് തന്നെ. നമ്മളെ നാട്ടിലത്തെ ആട് അധികം ഉണ്ടാവില്ല ഇവിടെ. ഈ ആടിന്റെ ഇറച്ചൊന്നും ഇവിടെ കിട്ടും. ഖത്തറിലെ ആളുകളൊക്കെ എന്താ ഷീപ്പിനെ കഴിക്കും. അങ്ങനെ ഞങ്ങൾ എന്താ നടന്ന് പോയിട്ട് എന്താ ഫിഷിനൊക്കെ കണ്ടിട്ടോ. ചോദിച്ചാണെങ്കിൽ അങ്ങോട്ട് ചാടാനൊക്കെ നിൽക്കിണ്ടെന്ന്. അപ്പൊ ഞാനെന്താ ചോദിച്ചാണെങ്കിൽ നമുക്ക് വേറെ ഫിഷിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വേറെ ഫിഷിനെ കാണാൻ പോയി. അവിടെ എന്താ കുറെ ഫിഷുകളൊക്കെ ഉണ്ട്. അവിടെ എന്താ പലതരമുള്ള ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്നിട്ട് നല്ല ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഞാനാണെങ്കിൽ എന്താ പാർക്കിന് തുള്ളിച്ചാടി പോവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെന്താ ഇത്തിരി നേരം പാർക്കിൽ കളിച്ചിട്ടുള്ളു. എന്നാലും ഞങ്ങളെന്താ കൊറേ നേരം ഒന്നും പാർക്കിൽ കളിച്ചിട്ടൊന്നുമില്ല. ഞാനാണെങ്കിൽ ഈശ്വരനെ വിളിക്കാൻ പോയതാ, പാർക്കിലൊന്നും കളിക്കാൻ പോയതല്ല. അങ്ങനെ ഞങ്ങളെന്താ പാർക്കിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് പപ്പ അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കണ്ട. അമ്മാലാണെങ്കിൽ വരണങ്ങളില്ല നമ്മൾ പാർക്കിൽ കളിക്കുന്നു. എന്നിട്ട് അമ്മാല എങ്ങനെ ഒക്കെ ഞാന് കൊണ്ടുപോയി. പപ്പൻ വലിക്കാണെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനമ്മാലും വിഷലാണെങ്കിൽ അവിടെ നിന്ന് കളിക്കണ്ടായിരുന്നു. ചൂച്ചു മാത്രം പപ്പനൊക്കെ ഉണ്ടായിരുന്നുള്ളു. അങ്ങനെ ഞാനും ചൂച്ചും മാത്രം അവിടെ ലാസ്റ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്താ അങ്ങോട്ട് ഒറ്റ ഓടി. പിന്നെ ഞങ്ങള് നേരെ മേലക്ക് മയിലിനെ കാണാൻ വേണ്ടിട്ട് മയിലെന്ന് പറയാണ്ട് കുറെ നേരം അവിടെ ഈശ്വല് പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ മയിലിനെ കാണാന്ന് വിചാരിച്ച് മേലക്ക് എടുപ്പോ എനിക്കാണ് മയിലിനെ കാണാൻ പറ്റിയത്. താഴെ ഇപ്പൊ എനിക്ക് മയിലിനൊന്നും കാണാൻ പറ്റിണ്ടായിരുന്നു. എന്തോ കൊറേ ലീഫ് ഞാൻ പറിച്ചിട്ടുണ്ടെന്ന് മയില് തിന്നു വിചാരിച്ചിട്ട്. എന്നിട്ട് മയിലൊന്നും തിന്നിട്ടില്ല, മയില് ഇത്തിരി തിന്നിട്ടുള്ളൂ. ഞാനാണെങ്കിൽ എന്തോ ഒറ്റ റൗണ്ടൊക്കെ നന്നായിട്ട് ഒട്ടോടി എന്നെ പിടിച്ചിട്ട് ഈശ്വലിക്കൊന്നും കിട്ടലുണ്ടാവില്ല. അങ്ങനെ എന്താ പിന്നെ ഇവിടെ എന്താ പല തരല്ലേ മയിലൊക്കെ ഉണ്ടായിരുന്നേ. വൈറ്റ് കളർ മയില്. ഞാൻ ആദ്യമായിട്ടാണ് വൈറ്റ് കളർ മയില് കണ്ടത്. ഞാനാണെങ്കിൽ കൊറേ ലീവ്സ് എടുക്കണ്ടായിരുന്നു. എന്നിട്ട് അവരൊന്നും തിന്നില്ല. എന്നിട്ട് ഞാൻ എന്താ ഷീപ്പിനെ കൊടുത്ത്. എന്നൊന്നും ആർക്കും പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ.
ഞാനാണെങ്കിൽ ഒറ്റ ഓടി ഇരുന്നിട്ട് എല്ലായിടത്തും കണ്ടു. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണലേട്ടോ. ഞാനാണെങ്കിൽ എന്താ ഓടിച്ചാടി ഇങ്ങനെ വന്നിട്ട് ഡഗ്ഗോട്ടീൻ്റെ ഫുഡ് കൊടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയാണ്. ആ സമയത്ത് ഈശ്വരൻ്റെ ഉണ്ണും അവരൊക്കെ പതുക്കെ വരണ്ടാകും. ഞാനാണെങ്കിൽ അപ്പം തന്നെ ഓടിച്ചാടി വരണ്ടായിരുന്നു. ഞാൻ ഓടിച്ചാടി വരുന്നില്ല, ഓടിച്ചാടി വന്നാലെന്താ നമ്മള് വിഷുക്കാലൊക്കെ അത് ഉള്ളിൽ കുടുങ്ങും. വീണ് അങ്ങനെ ഞങ്ങൾ എന്താ പുറത്തേനെ ഇറങ്ങിയത് കറി കയറാൻ വേണ്ടിട്ട്. ആ സമയത്ത് ഞങ്ങൾ ഡോങ്കിനെ കണ്ടു. ഞാനും അമ്മാലും മാത്രം കയറിയിട്ടുണ്ടാന്നുള്ളു. ഈ ഷെല്ലിന് ചൂച്ചോക്ക് നല്ല പേടിണ്ടായിരുന്നു. എന്നാലും ചൂച്ചൂനൊന്ന് അവിടെ എത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതിനെ കടിക്കാൻ വരുമെന്ന് വിചാരിച്ചിട്ടില്ലേ. ഞങ്ങൾ ഓടി. ഞാൻ ഈ ഷെല്ല് നല്ല ഒട്ടെന്ന്. എന്തായാലും നമുക്ക് അതിന്റെ മേലെ ഇരിക്കുമ്പോഴേ എനിക്ക് എന്തോ പോലെ തോന്നിണ്ട. അതിങ്ങനെ കൊട്ടിരിക്കുമ്പോഴേ ഞാനും ഈശലാണെങ്കിൽ നല്ല ഒട്ട. ഈശലു ഞാനാണെങ്കിൽ ഓടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അമാലി ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടാന്നുള്ളു. ഞാനും ഈശലാണെങ്കിൽ എന്തോ ഒട്ടേന്ന് എന്നെ ഞാൻ കയറാന്. ഞാൻ കയറിപ്പോ എന്താ കുലുങ്ങിയ പോലെ എനിക്ക് തോന്നിണ്ടായിരുന്നു. അതിന് മേലൊന്നും ഇരിക്കാനൊന്നും പറ്റുണ്ടായിരുന്നില്ല. ഈശലാണെങ്കിൽ ഞാനൊന്ന് പോകുമ്പോ വന്നിട്ട് അവൾക്ക് നേരത്തെ പേടിയായപ്പോള് പിന്നെയാണ് അവളെ തന്നെ പിന്നാലിങ്ങനെ വരുന്നത്. ഞാനാണെങ്കിൽ അതിന്റെ മേലെ ഇരിക്കണ കാരണം എന്താ എനിക്ക് എന്നെ മേലൊന്നും ഇറങ്ങാനൊന്നും തോന്നിണ്ടായിരുന്നില്ല. അമ്മാൾക്കാണെങ്കിൽ വീണ്ടും ഇന്നും കേണെന്ന്. അവൾക്ക് എന്താ ഇന്നും കാണണം. ഞാനിങ്ങനെ പോയ സമയത്ത് ഈശല് ഓടിണ്ടായിരുന്നില്ല. അപ്പൊ എന്താ ഈശലെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈശല് നിന്നെ പിടിക്കാൻ വരുന്നു കടിക്കാൻ വരുന്നു പറഞ്ഞിട്ട് എന്താ അവള് ഓടിച്ച് എന്നെ ചൂച്ചുവിന്റെ പപ്പ എന്താ എന്നെ കേറ്റാനൊക്കെ നിർത്തിണ്ടായിരുന്നു. എന്നാലും ചൂച്ചുക്ക് നല്ല പേടിയാണ്. ചൂച്ചു കറിയില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പേടിയോ ഞങ്ങൾ ഓടിയത്. അപ്പൊ കണ്ടു. അപ്പൊ അവന്റെ വിചാരം എന്താ അവനിക്കും പേടിണ്ടാവുന്ന അവനെ ആക്കുന്നേ. അതുകൊണ്ടാണ് അവൻ എന്റെ മേലൊന്നും കയറാത്തത്. അപ്പൊ എല്ലാരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഗുഡ് ബൈ, ഓൾ ഓഫ് യു, ടാറ്റാ.